ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശാർക്കര ഉത്സവപ്പറമ്പിൽ പോയതും അവിടെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും പറഞ്ഞ് ഇടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ്. അത് തന്നെ ഞാൻ ഒരു നേരിയതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഈ സംഭവം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല സംഭവമൊക്കെയാണ്. ഒരു ദേവിയുടെ പിക്ചറും മയിൽപ്പീലിയുടെ ഡിസൈനൊക്കെ വരുന്ന താമരയാണെന്ന് തോന്നുന്നു. താമര ഇതൊക്കെ ഉള്ള നല്ല അടിപൊളി സംഭവമാണിത്. എനിക്കെന്നാലും ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നീട് അവിടെ നിന്ന് തന്നെ ഇത് അമ്മ എടുത്ത് ഇങ്ങനെ ഞാനിടും. പിന്നെ ഇത് വാങ്ങിച്ച് ഇതിൻ്റെ റേറ്റ് വരണത് 50 രൂപയാണ്. ഇതിന് 100 രൂപയാണ് വരണത്. എനിക്ക് അത്യാവശ്യം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത് തന്നെ. ഇതിലെന്തോ മയിൽപ്പീലിയാണോ അല്ല മയിലിൻ്റെയാണോ ഏകദേശം വളഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഡിസൈൻ വരുന്നത് തന്നെ. എനിക്കെന്തായാലും ഇതും ഇഷ്ടപ്പെട്ടു. കഴുത്തിലൊക്കെ നല്ല പിടിച്ചിട്ട് അടിപൊളിയായിട്ട് നല്ലോണം ഇടാൻ പറ്റും. പിന്നീട് ഉടൻ കോമ്പ് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഈ 3 സംഭവം ആദ്യം കണ്ട ആ ഒരു കടയിൽ തന്നെ വാങ്ങിച്ചത്. എന്തായാലും അത്യാവശ്യം ഗുണം. പക്ഷേ ഇത് ഉടനാണെന്ന് എനിക്കത്ര ഉറപ്പ് വരണില്ല. കാരണം വെച്ചാൽ എൻ്റെ സൈഡ് എവിടെയോ ജസ്റ്റ് ഒന്ന് തറയിൽ വീണപ്പോൾ എൻ്റെ സൈഡ് എവിടെയോ ഒന്ന് ഇടിച്ച് കളറ് മാറി, എന്തോ ഒരു വ്യത്യാസം, എന്തൊക്കെയോ സംതിങ് റോങ് എനിക്ക് തോന്നിയതിൽ. എന്തായാലും അത്യാവശ്യം ഇത് ചീകാനൊക്കെ അതുകൊണ്ട് കൊള്ളാം. ഉടനാണെന്ന് എനിക്കതിൽ ഉറപ്പില്ല. ഞാൻ വാങ്ങിച്ച കവറിൽ ഉടനെന്നൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. കൊള്ളായിരിക്കും, കുഴപ്പമില്ലേക്കും. പിന്നീട് ഈ സാധനം ഇത് മറ്റേ തലയിലൊക്കെ ഇങ്ങനെ ആക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ടൂറ് ആ ഒരു ട്രിപ്പ് ടൈമിലൊക്കെ ഇത് സംഭവം പിള്ളേർ അതിലേക്ക് ഇരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഞാൻ കണ്ടില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കണ്ട ആ ഒരു കട, അവിടെ അത്രയും കിടന്ന് കറങ്ങി എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അത് അത്രയും എടുത്ത്, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് മിക്കതും ഞാൻ എടുത്ത് പിന്നെ കഴിക്കാൻ കുറേ വാങ്ങിച്ച്. ആ ടൈം കൊണ്ട് എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലായിടത്തും പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരങ്ങ് പോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴെ നിന്ന് കടയിൽ നിന്നൊക്കെ ഇറങ്ങി വരണം. ഏത് കടയിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഭവം അവർ വേറെ സ്ഥലത്തോട്ട് പോയി, ഞാൻ ഒരു സ്ഥലത്ത് മാത്രം നിന്ന് എനിക്ക് കുറേ സാധനങ്ങൾ മിസ്സായിപ്പോയി, കാണാൻ പറ്റിയില്ല. അപ്പം അവർ ഈ സംഭവമൊക്കെ ഇരിക്കണ കണ്ട് അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു വാങ്ങണമെന്ന്. പിന്നെ എനിക്ക് കൊച്ചു കുട്ടികളുടെ മനസ്സായിക്കൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് വാങ്ങാൻ. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു നാണക്കേട് വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് എപ്പോഴും എൻ്റെ താഴോട്ടുള്ള ആ ഒരു ഏജിലാണ് ഞാൻ വാങ്ങിച്ചത്. 10 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന ടൈമിലാണ് ഇതൊക്കെ വാങ്ങിച്ചത്. എന്നാലും ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ഇതാക്കി ഇങ്ങനെ പറപ്പിച്ച് കളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഉദയം ചെയ്യാൻ അതേസമയം ഇങ്ങനെ ആക്കിയാലും മതി. നല്ല രസമല്ല, എനിക്ക് ഇഷ്ടമാണ് അത്യാവശ്യം. അങ്ങനെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കണ്ടു, വാങ്ങിച്ചു. അമ്മ എടുത്ത് വെച്ചപ്പം അമ്മ കളയാക്കെങ്കിലും അമ്മ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കുന്ന സംഭവമില്ലേ, അതാണ്. കുരുങ്ങിയൊക്കെ കിടക്കണമെന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനമൊക്കെ എല്ലാം പോയി അത്യാവശ്യം. പക്ഷേ സംഭവം കൊള്ളാം. എനിക്ക് ചെറുതിലെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ വീട് പാലാച്ച സമയത്ത് ഞാൻ 2ാം 3ാം പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പം ഇതുപോലത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണികൾ തൂങ്ങി കിടപ്പുണ്ട്. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ കോയിലൊക്കെ വെച്ച് ഇങ്ങനെ അടിക്കണല്ലേ, ഇങ്ങനെയൊക്കെ അടിക്കണം. ആ സംഭവമൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കി നോക്കണം എന്ന് തോന്നി. പിന്നെ ഞാനത് പൊട്ടിച്ച് കുറേ എടുത്ത് ആക്കി നോക്കി. ഈ പശുവിൻ്റെ കഴുത്തിൽ മണി ഇങ്ങനെ കെട്ടിയിട്ടില്ല, അതുപോലെ ഞാൻ കുറച്ച് നേരം കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ പറഞ്ഞ് മാറ്റിച്ച്. പക്ഷെ ഇതിൽ മണിയൊന്നും ഇല്ല, അതിൻ്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഡിസൈൻ മാത്രമേ ഉള്ളൂ. ആദ്യം അമ്മ എടുത്തൊരു നീല കളറാണ് അതിൻ്റെ കൂട്ടത്തിൽ കിടന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ് നമ്മളെ വീട്ടിലാണെങ്കിൽ ഏകദേശം ഒരു ഈ ഡോറിൻ്റെതും എല്ലാത്തിൻ്റെയൊക്കെ കൂടെ ഏകദേശം ഈ ഒരു കളറിൻ്റെ മാച്ചിങ്ങിൽ വരും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ് ഇതൊക്കെ എടുത്ത് ഗണപതി സരസ്വതി കൊള്ളല്ലേ സംഭവം. ഇതെടുത്ത് അമ്മ കുറേ ദിവസം എടുത്ത് തൂക്കിടണം ഞാൻ പറഞ്ഞ് എനിക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് തൂക്കിയിടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിടിച്ച് വെച്ച് ഇത്രയും ദിവസം അമ്മയുടെ ക്ഷമയൊക്കെ ഞാൻ ഇതാക്കി എടുത്തേ. സംഭവം ഇപ്പോഴും
നമ്മളിവിടെ ഒരു അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം എവിടെ നിന്നോ ഒരു കിളിക്കൂടും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതാണ് ഈ കിടക്കണത്. അപ്പം അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം തന്നെ. ഇതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് പോസിറ്റീവ് എനർജിയാണ് ഇത്, ഈ ഡ്രീം ക്യാച്ചർ ഈ സംഭവങ്ങളൊക്കെ നല്ല പോസിറ്റീവ് എനർജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സംഭവം കിട്ടിയ വാങ്ങിച്ചിടണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കിട്ടി വാങ്ങിച്ചു. പിന്നീട് ഞാൻ ചെരുപ്പ് കണ്ടപ്പോൾ ഓടിപ്പോയി. ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഹീലുണ്ടാന്ന് നോക്കാനാണ് ഞാൻ ഓടിപ്പോയത്. സംഭവം ഹീൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര തൃപ്തി അല്ലെങ്കിലും എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ട്. ഇതാ നല്ല ഹീൽ വരുന്ന നല്ല സംഭവമാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം തന്നെയാണ് ഇത്. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്ത്. ഞാൻ ഇട്ട് നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുകൊണ്ട്. ക്വാളിറ്റിയുടെ കാര്യം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലതെന്ന് തന്നെ തോന്നിയിട്ടുള്ള, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചത്. ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം.